ഈ തിരിച്ചടിക്ക് പകരം വീട്ടിരിക്കും. പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുമാണ്. അവരെ സംബന്ധിച്ച് നാണക്കേടിന്റെ ദിനമാണ് കടന്നുപോയത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് NDAയ്ക്ക് മേൽ ഒരു വിജയം. അതവർ ഭംഗിയായി നേടിയെടുത്തതോടെ BJP തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടി വരും. മോദി സർക്കാരിന്റെ കരുത്ത് യഥാർത്ഥത്തിൽ ഐക്യമില്ലാത്ത പ്രതിപക്ഷമായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച കഥ മാറി. ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പരാജയം ജനാധിപത്യപരമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഭരണഘടനയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾക്കുള്ള വലിയ അവസരം തുറന്നു നൽകൽ കൂടിയാണ് സംഭവിച്ചത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 131 ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടത് കേവലം ഒരു സാങ്കേതിക തിരിച്ചടിയായല്ല, മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 12 വർഷമായി സഭയിൽ സർക്കാരിനുണ്ടായിരുന്ന ആധിപത്യം തകരുന്ന കാഴ്ചയ്ക്കാണ് വെള്ളിയാഴ്ച പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. ഈ പരാജയം പ്രതിപക്ഷ ഐക്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതോടൊപ്പം ഭരണഘടനയുടെ അന്തസത്തയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി എക്സിക്യൂട്ടീവ് അധികാരം ഉറപ്പിക്കുക എന്ന BJPയുടെ സ്ഥിരം ഭരണശൈലിയുടെ ഭാഗമായിരുന്നു ഈ ബില്ലുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വനിതാ സംവരണം എന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിച്ചത് ഇതിന്റെ തെളിവാണ്. രാജ്യത്ത് രാഷ്ട്രീയമായ സമവായമുള്ള വനിതാ സംവരണ വിഷയത്തെ മുൻനിർത്തി ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത്. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ രാഷ്ട്രീയമായി ആയുധമാക്കുകയും അതിലൂടെ ധാർമ്മികമായ മേൽക്കൈ നേടുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ചെയ്തു വന്നത്. എന്നാൽ BJP പരാജയപ്പെട്ടതോടെ ഈ വിഷയത്തെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായി ഉപയോഗിക്കാൻ BJP ശ്രമിച്ചേക്കാം. പ്രതിപക്ഷം വനിതാ വിരുദ്ധരാണെന്ന പ്രചാരണം ഇതിനോടകം തന്നെ ഭരണപക്ഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിത തീരുമാനങ്ങളിലൂടെ ജനങ്ങളെ അണിനിരത്തുന്ന BJP തന്ത്രത്തിനു മുന്നിൽ വസ്തുതകൾ നിരത്തി പ്രതിരോധം തീർക്കുക എന്നത് പ്രതിപക്ഷത്തിനു മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP പരീക്ഷിച്ച രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഭേദഗതിയെന്നും ആക്ഷേപമുണ്ട്. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുകയും പ്രാദേശികമായ ചേരിതിരിവുകൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ തിരിച്ചടിയിലൂടെ BJPയുടെ സ്ഥിരമായ വിപ്ലവം എന്ന തന്ത്രത്തിന് താൽക്കാലികമായി തടയിടാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ബില്ലിനെ സഭയിൽ പരാജയപ്പെടുത്തിയെങ്കിലും ജനാധിപത്യം നേരിടുന്ന ഭീഷണികൾ അവസാനിച്ചിട്ടില്ല. ഭരണഘടനാപരമായ ചർച്ചകൾ കേവലം രാഷ്ട്രീയ അവസരവാദത്തിനപ്പുറം സത്യസന്ധവും സുതാര്യവുമാക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സമവായ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ രാഷ്ട്രീയ പോരാട്ടം തുടരുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എന്നാൽ പോരാട്ടം തുടരും എന്ന ശക്തമായ മുന്നറിയിപ്പ് തന്നെ BJP നൽകുന്നുണ്ട്. മോദി രാഹുൽ ഗാന്ധിയെ പരസ്യമായി വെല്ലുവിളിച്ചത് ഇതിന്റെ സൂചനയാണെന്നും പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി ഇരട്ട പൗരത്വ ആരോപണത്തിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിന് പിന്നിൽ BJPയുടെ ചില നീക്കങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. കേസ് തെളിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തും. രാഹുലിനെ പുറത്താക്കിയാൽ BJPയെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാണെന്നും പറയേണ്ടി വരും.